ഒന്ന് അടുത്തേക്ക്. ഈ രണ്ട് പേര് വെച്ചിട്ട് അതിഥികളൊന്ന് തെളിയിക്കുന്നതാണ്. ഒരു നല്ല കയ്യടി. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ 150ാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫംഗ്ഷനോടുകൂടി നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ 150ാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, എൻ്റെ ഡയറക്ടേഴ്സ്, എൻ്റെ റൈറ്റേഴ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയും. ദൈവത്തിനോടും വലിയ സന്തോഷമുണ്ട്. ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ 4ാമത്തെ 6ാമത്തെ നിന്ന നെപ്പി തന്നെ കയറി. അപ്പം അങ്ങനെ സിനിമകൾ കൂടട്ടെ. ഷാരിസ് അതുപോലെ സാഗർ, ഇവർ 3 പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഇവരൊരുമിച്ച്. ഞാൻ ആദ്യം കാണുന്നത് ബിന്ദുവിനെയും ഷാരിസിനെയാണ്, ലിസ്റ്റും ബൈ പറഞ്ഞിട്ട്. ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം. ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നത്. പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു. ആ പരിചയം ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ. ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്നൊരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണോ? അല്ല, ഒരു സിനിമയുടെ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, നേരിട്ട് സംസാരിക്കാം. അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ചോദിച്ചു, സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച് സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിൻ്റെ കഥ കേട്ടു. ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത്. ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ്. കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല. അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാൾ സർവൈവ് ചെയ്യാൻ, അയാൾ മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷാരീസും ബിൻഡോയും പറഞ്ഞിരിക്കുന്നത്. അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന്. അധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഷാരീസ് ചിരിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ്. സിനിമയുടെ ലോഞ്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഷാരീസ് എന്ന സുഹൃത്തും എഴുത്തിൽ ലൈഫുള്ള എഴുത്തുകാരനായ ഷാരീസ് പിന്നെ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ബിഗ് ഫാൻ ഓഫ് ദിലീപേട്ടൻ. This will be my fan movie.
അത് ഞാൻ വേറൊരു നടൻ്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടൻ്റെ വേദിയിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ അല്ലെങ്കിൽ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നില്ല, ദിലീപ് ഏട്ടൻ്റെ ബിഗ് ഫാൻ. ഞാനിവിടെ മാത്രം ബിഗ് ഫാൻ. ആ ഫാൻഡം മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപ് ഏട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഇതൊരു ലിസ്റ്റിൻ ആൻഡ് ഫാമിലി ക്രൂ ആണ്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്നതിലുപരി ലിസ്റ്റിൻ ആൻഡ് ഫാമിലി. കാരണം മാജിക് ഫ്രെയിംസിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡിജോയുടെ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു. അപ്പം മുതൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. വിൻഡോ ആണെങ്കിലും ഷാരിസ് ആണെങ്കിലും എല്ലാവരും അറിയാവുന്നവരാണ്. ജോണി ചേട്ടൻ്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തു. പിന്നെ ദിലീപേട്ടൻ്റെ തുടക്കകാലം കൊണ്ട് ദിലീപേട്ടൻ അസോസിയേറ്റ് ആയിരിക്കുന്ന സമയം മുതൽ എനിക്ക് ദിലീപേട്ടനെ അറിയാവുന്നതാണ്. ആ സൗഹൃദം കൊണ്ട് നടക്കുന്നതാണ്. മിസ്റ്റർ ബട്ട്ലർ കഴിഞ്ഞിട്ട് അഭിനയിച്ച സിനിമ ഇതാണ് അല്ല ദിലീപേട്ടൻ. ഇത്രയും നാൾ നീണ്ട് ഒരു കാലം വേണ്ടി വന്നു വീണ്ടും ഒരുമിച്ച് അഭിനയിക്കാൻ. എന്തായാലും വളരെ സന്തോഷം. ഇവിടെ ലിസ്റ്റ് ചേട്ടൻ പറഞ്ഞു, വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ ഇവിടെ വരേണ്ടതൊരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴികക്കല്ലും ഉണ്ടാക്കിയ ആളുകളാണ്. ഇപ്പോൾ ദിലീപേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനിൽ എന്നെ വിളിച്ച് ദിലീപേട്ടനെ ഞാൻ കൂടി ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട്. ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത്. പിന്നെ ലിസ്റ്റൻ ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ്. ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും. ആൽവിൻ ചേട്ടനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ്, ബാല്യകാല സുഹൃത്താണ്, ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ്. ദിലീപേട്ട, ലിസ്റ്റ് ബായ്, ഞാൻ ഏറ്റവും പറയുന്നത് നമ്മളെ നവാഗതനായ ഡയറക്ടർ ബിൻഡോ, സനലെ, ഷാരിസ് അഭിനയം പഠിപ്പിക്കുന്ന, പിന്നെ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഷാരിസ് പഠിപ്പിച്ച ജോണി ചേട്ട അഭിനയമാണ്. അതെനിക്ക് കാണണം. അതെനിക്ക് കാണണം. എന്നാലും ഞാനും ഇപ്പോൾ ലിസ്റ്റിൻ ഫാമിലിയിൽ ഒരംഗമാണ്. അപ്പോൾ ലിസ്റ്റിൻ ആൻഡ് ഫാമിലിയിലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി വൺ ഹിറ്റ് അവിടെ. കാരണം ഇവിടെയുള്ള എല്ലാവരും 100% ആത്മാർത്ഥതയോടെയാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോകുമ്പോൾ പച്ചയായ മനുഷ്യൻ, അതായത് പച്ചയായ മനസ്സോടുകൂടി ഒന്നും അവകാശവാദം വിടാതെ ചെന്നിരുന്ന് കാണുക. ഈ പടം ഹിറ്റാവുന്ന 100% ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച് സർ. ഞാനൊരു പുതുമുഖം തന്നെയാണ്. അപ്പം ഇവിടെ ഡയറക്ടർ മാത്രമല്ല, ഒരുപാട് പുതുമുഖ ആക്ടേഴ്സിന് കൂടി നല്ലൊരു അവസരം കൊടുക്കുന്ന പ്രൊഡ്യൂസറാണ് സർ. താങ്ക് യു സർ. ദിലീപേട്ട, ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്. അപ്പം ഞാൻ എന്താ പറയുക, ആ ഒരു സ്റ്റാർ സ്ട്രക്കിൽ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. അപ്പം ആളുടെ കൂടെ ഫസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം ഉള്ള ഒരു വണ്ടർ മാറിയിട്ടാണ് പിന്നെ ബിൻഡോ ചേട്ടൻ ആക്ഷൻ പറഞ്ഞത്. അപ്പം ആ ഒരു മൊമെൻ്റ് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. ബിൻഡോ ചേട്ടാ, താങ്ക് യു സോ മച്ച്. എന്നെ ഈ മൂവിയിലെ ഒരു ഭാഗമാക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് താങ്ക് യു.